വയനാട് പനമരത്ത് റിപ്പോർട്ടർ വാർത്താ സംഘത്തെ മർദ്ദിച്ച പ്രതികളെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ബാനത്തുംകണ്ടി സാദിഖ്, കെ ടി നൌഫൽ, പുളിയന്തട നൌഷാദ്, തിരുവാൾ റിയാസ്, വാഴയിൽ ഫൈസൽ എന്നിവരെയാണ് പനമരം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. പനമരം നടവയൽ റോഡിൽ ചെറുപുഴ പാലത്തിന് സമീപം സ്ഥലം മണ്ണിട്ട് നികത്തുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ പ്രതികൾ റിപ്പോർട്ടർ വാർത്താ സംഘത്തെ മർദ്ദിക്കുകയായിരുന്നു. റിപ്പോർട്ടർ TV ചാനൽ റിപ്പോർട്ടർ ദീപക് മോഹൻ, ക്യാമറാമാൻ അബു താഹിർ, ഡ്രൈവർ മുജീബ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഇപ്പോൾ മുഴുവൻ പ്രതികളും തന്നെ പിടിയിലായിട്ടുണ്ടോ? അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴും വെല്ലുവിളി ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത്. സ്മൃതി, 5 പ്രതികളെയും പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അല്പസമയം മുൻപ് പനമരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ 5 പ്രതികളെ മാനന്തവാടി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. 11 മണിക്ക് തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്നലെ ഈ മർദ്ദനം നടന്ന സ്ഥലത്താണ്. അതായത് പനമരത്ത് നിന്ന് നടവിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലമുള്ളത്. എൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് മണ്ണിട്ട സ്ഥലം. നമ്മുടെ വാർത്താ സംഘം ഇതുവഴി പോകുന്ന സമയത്ത് ടിപ്പർ ലോറി ഉപയോഗിച്ച് ഇവിടെ മണ്ണിടുന്നത് കണ്ടു. തണ്ണീർത്തടം പോലെ തോന്നുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവർ ഇറങ്ങി ഈ റോഡരികിൽ നിന്നുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തി. ആ സമയത്താണ് സംഘം ചേർന്ന് ആളുകൾ എത്തുകയും ഈ 5 പ്രതികളുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് എത്തിയാണ് നമ്മുടെ റിപ്പോർട്ടർ ദീപക് മോഹനെയും വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനെയും ഡ്രൈവർ മുജീബിനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ഇന്നലെ തന്നെ ഈ 5 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഫൈസൽ, പനമര സ്വദേശി ഫൈസൽ, 27 വയസ്സുള്ള ഫൈസൽ ഒരു വധശ്രമ കേസിലും പ്രതിയാണ്. ഈ മാസം 16-ാം തീയതി തന്നെ പനമരം പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു ലീഗ് പ്രവർത്തകനെ മർദ്ദിച്ച കേസിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ 5 പ്രതികളെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇപ്പോൾ പനമരം CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഈ സ്ഥലത്തെത്തി മഗസർ തയ്യാറാക്കുകയാണ്. നമ്മുടെ വാർത്താ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഈ മർദ്ദനം നടന്ന സ്ഥലത്ത് വിവരങ്ങൾ പോലീസ് ശേഖരിച്ച് മഗസർ തയ്യാറാക്കുന്നതാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ദീപക് മോഹനോട് ചോദിക്കാം. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായിട്ടാണ് അവർ മർദ്ദിച്ചത്? എന്തു പറഞ്ഞാണ് മർദ്ദിച്ചത്? നമ്മളിവിടെ ഇന്നലെ പോകുന്ന വഴി ഈ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ വാർഡ് മെമ്പറെയാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. വാർഡ് മെമ്പറോട് സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറകിൽ നിന്ന് അടി വന്നത്. അപ്പോൾ എനിക്കിന്നലെ തലയ്ക്ക് അടി കിട്ടിയതിൻ്റെ ആ ഒരു ആഘാതത്തിൽ എനിക്കിപ്പം ഒച്ചയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മുടെ ക്യാമറാമാൻ അബു താഹിറിനെ ഒരു സംഘം ആളുകൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഞാൻ കേൾക്കുന്നത് അബു താഹിറിൻ്റെ ഒരു നിലവിളിയാണ്. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ പനമരം പോലീസ് എത്തിയതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മളെ അബു താഹിറിനെ വളഞ്ഞിട്ട് തല്ലി, നമ്മുടെ ക്യാമറയുടെ മെമ്മറി കാർഡ് ഊരിക്കൊണ്ടുപോയി, ട്രൈപോഡ് തകർത്തു. ആ സമയത്താണ് പോലീസ് ഇവിടെ എത്തിയത്. എന്തു പറഞ്ഞാ നിങ്ങളെ മർദ്ദിച്ച്? എന്ത് പറഞ്ഞിട്ടാണ് മർദ്ദിച്ച്? ചോദ്യമില്ല. ക്യാമറ കണ്ടു, ക്യാമറ എടുത്ത് അടിക്കുക, ട്രൈപോഡ് പിടിച്ച് അങ്ങോട്ട് വലിച്ച് ട്രൈപോഡ് എടുത്ത് എൻ്റെ തലയ്ക്ക് അടിക്കാൻ വന്നത്. അത് പറഞ്ഞാൽ സംസാരിക്കാൻ വിടുന്നില്ല. അവർ ക്യാമറ ഓഫ് ചെയ്യാൻ പറയുക, ക്യാമറ വലിക്കുക, റെക്കോർഡ് ചെയ്യണ്ട, മെമ്മറി കാർഡ് അയക്കാൻ പറയുക. ഭയങ്കര തെറിയായിരുന്നു. മോശവാക്കുകളൊക്കെ പറഞ്ഞു. മോശവാക്കുകൾ പറഞ്ഞ ഭയങ്കര മോശവാക്കുകൾ. മഹല്ല് കമ്മിറ്റി എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു മോശവാക്ക് ഞാൻ കേട്ടിട്ടില്ല. അതേമാതിരി ക്യാമറ അവർ മൊത്തം പിടുങ്ങി വാങ്ങി ആ മറ്റേ ഹാൻഡിലൊക്കെ പിടിച്ചിട്ട് വളയ്ക്കുക. മെമ്മറി കാർഡ് കൊണ്ടുപോയി. മെമ്മറി കാർഡ് അവർ കൊണ്ടുപോയി. ട്രൈപോഡോ? ട്രൈപോഡ് എല്ലാം അവർ മൊത്തം 4 പീസാക്കി ആ ട്രൈപോഡ് എടുത്തിട്ടാണ് എൻ്റെ തലയ്ക്ക് അടിക്കാൻ വന്നത്. അവർ അടി എൻ്റെ ഈ ഭാഗത്ത് ഭയങ്കര അടിയാണ് പറഞ്ഞാൽ. ഇടിക്കുക അവർ ഈ ഒരു കൈ വെച്ചിട്ട് ഇടി, എന്ത് ആയുധമെന്നറിയില്ല, നല്ല ഇടിയായിരുന്നു. പിന്നെ പുറകിൽ ചവിട്ടുക. അതിൽ കുറേ വ്യക്തികളുണ്ട്. കുറച്ച് ആൾക്കാരെ നമ്മൾ ക്യാമറയിലുള്ള ആൾക്കാരൊന്നും അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് വ്യക്തികളുണ്ട്. 5 പ്രതികളെ പോലീസ് ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു. ദീപക്, അതായത് ദീപക് ഇവിടെ വരും. അതായത് ഇവർ ഈ വഴിക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ മണ്ണിട്ട ഇത് കാണുന്നത്. നമ്മൾ വാർത്ത കൊടുത്തിട്ടില്ല. ഇങ്ങനെ മണ്ണിടുന്ന കണ്ടതുകൊണ്ട് ദൃശ്യങ്ങൾ എടുത്തെന്ന് മാത്രം. നമ്മൾ വാർത്ത കൊടുക്കുന്നതിന് സ്വാഭാവികമായിട്ടും ഈ സ്ഥലത്തിന് ഉടമയുടെ ചോദിച്ചിട്ടൊക്കെ നമ്മൾ വാർത്ത കൊടുക്കാറുള്ളൂ. അതൊന്നും പറയുന്നവരെ കേൾക്കാൻ തയ്യാറാക്കിയില്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു തണ്ണീർത്തടം പോലൊരു പ്രദേശം കണ്ടപ്പോൾ നിർത്തി ദൃശ്യങ്ങൾ എടുക്കാം എന്നൊരു നിർത്തിയതാണ്. അപ്പോൾ അതിന് പ്രകാരം ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആസിയായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കാര്യം പെട്ടിട്ടില്ല, വാർഡ് മെമ്പറെ വിളിക്കാനായിരുന്നു പറഞ്ഞത്. തുടർന്ന് നമ്മൾ വാർഡ് മെമ്പറെ വിളിച്ചു. വാർഡ് മെമ്പറെ വിളിച്ച് സംസാരിച്ച സമയത്ത് വാർഡ് മെമ്പർ പറഞ്ഞത് അത് പത്രക്കാരുണ്ടാക്കുന്നതാണ്, അത് തണ്ണീർത്തടവും കുളമൊന്നുമല്ല, കരയാണ്, നമുക്കവിടെ മണ്ണടിക്കാൻ പെർമിഷൻ ഉണ്ട്, നമ്മളവിടെ മണ്ണ് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വന്നവർ നമ്മളെ അറ്റാക്ക് ചെയ്തത്. മാത്രമല്ല, നമ്മളത് വ്യക്തമായിട്ട് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമേ ദൃശ്യങ്ങൾ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളോട് എത്തിയത്. പിന്നെ റോഡിൽ നിന്നാണ് നമ്മളെടുത്തത്. അവരുടെ സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിക്രമിച്ച് കയറുകയോ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. ആ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. നമ്മൾ വാർത്ത കൊടുത്തിട്ടുമില്ലല്ലോ അല്ലേ? നമ്മൾ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഇറങ്ങി. അതോടൊപ്പം ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കരയാണോ നിലമാണോ, അതല്ലെങ്കിൽ ഇവിടെ നിന്ന്
മണ്ണ് ഇടാൻ ഇവർക്ക് പെർമിഷൻ ഉണ്ടോ, അത് ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ ചോദിക്കുന്നതിനിടയിലാണ് അവർ നമ്മളെ ആക്രമിച്ചത്. പിന്നെ നമുക്കൊന്നും പറയാൻ സമയം കിട്ടിയില്ല. അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനെ ആൾക്കൂട്ടം ആക്രമിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ട്രൈപ്പോഡെല്ലാം പിടിച്ചു വലിച്ചു. ട്രൈപ്പോഡ് കൊണ്ട് അബൂഖാനെ അടിക്കാൻ പിടിച്ചു വെച്ചു. മുജീബിനും പരിക്കുണ്ട്. പിന്നെ നമ്മുടെ മെമ്മറി കാർഡ് രണ്ടും ഇന്നലെ അവർ ഊരി കവർ ചെയ്ത് കൊണ്ടുപോയി. ക്യാമറ മുഴുവൻ അടിച്ചു പൊട്ടിച്ചു. സ്മൃതി, അതായത് നമ്മളുടെ വേർഷൻ കേൾക്കാൻ വേണ്ടി അവർ തയ്യാറായില്ല. ഇവിടെ ഇറങ്ങി ഇതൊരു പൊതുവഴിയാണ്, അതായത് പ്രധാന പാതയാണ്. പനമരത്ത് നിന്ന് അടവിലേക്ക് വന്ന പ്രധാന പാതയിൽ നിന്ന് വാഹനം സൈഡാക്കി ഇവിടെ നിന്നുകൊണ്ട് ആ കാണുന്ന ദൃശ്യങ്ങൾ പകർത്തുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നമ്മൾ വാർത്ത നൽകുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിന് ഉടമയോട് ചോദിക്കും, ഇത് കരയാണോ അല്ലെ തണ്ണീർത്തടമാണെന്നൊക്കെ ചോദിച്ച ശേഷം മാത്രമേ വാർത്ത കൊടുക്കുകയുള്ളൂ. ആ വിവരങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും തേടുന്ന സമയത്താണ് ഇവരെത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. എന്നാൽ നമ്മുടെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ ദീപക് മോഹൻ പറയുന്നത്. ഏതായാലും പോലീസ് IPC 860 പ്രകാരം സെക്ഷൻ 341, 323, 427, 392, 34 എന്നീ സെക്ഷൻ പ്രകാരമാണ് പനമരം പോലീസ് ഈ 5 പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ ശരി, കവർച്ച സുരേഷ് ഉൾപ്പെടെയുണ്ട്. തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളെ ഏതായാലും അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയാണ്.